ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഫൈനൽ അക്കൗണ്ട്. എന്താണ് ഫൈനൽ അക്കൗണ്ട്? അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിന് എത്രത്തോളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബിസിനസ്സുകൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകളെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫൈനൽ അക്കൗണ്ട്സിൽ മെയിനായിട്ടും 3 ടൈപ്പ് അക്കൗണ്ട്സുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്? ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷനുകളിൽ ഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം ഇവ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് ഗ്രോസ് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണോ എന്നുള്ളത് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തെ അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ബിസിനസ്സിനകത്ത് നടക്കുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, ഇൻഡയറക്റ്റ് ഇൻകം ഇവ മാത്രം റെക്കോർഡ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ്? ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ലയബിലിറ്റീസും ക്രെഡിറ്റ് സൈഡിൽ അസറ്റ്സുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ഈക്വലായി വരണം എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ലെസ് ചെയ്യണം. ഓക്കെ, അതായത് എന്താണ് നെറ്റ് സെയിൽസ്? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തുണ്ടാകുന്ന ഗ്രോസ് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫിഗർ, അതിനെയാണ് നമ്മൾ നെറ്റ് സെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പർച്ചേസസ് ആഡ് ചെയ്യണം. എന്താണ് നെറ്റ് പർച്ചേസ്? ഒരു ബിസിനസ്സിനകത്തുള്ള ഗ്രോസ് പർച്ചേസിൽ നിന്നും പർച്ചേസസ് റിട്ടേണുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫിഗറിനെയാണ് നമ്മൾ നെറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രോബ്ലത്തിലൂടെ ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നെറ്റ് സെയിൽസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരണമെന്ന് നിർബന്ധമില്ല. ചില കേസിൽ നമുക്ക് നെറ്റ് സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് തരും. ഡയറക്റ്റ് തരാത്ത സിറ്റുവേഷനിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് സെയിൽസ് എമൗണ്ട്, സെയിൽസ് റിട്ടേൺ ഇതൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ സെയിൽസ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 40,000. അപ്പോൾ 40,000 മൈനസ് സെയിൽസ് റിട്ടേൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2,000. അപ്പോൾ 40,000 മൈനസ് 2,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 38,000 ആണ്. ഇതാണ് നെറ്റ് സെയിൽസ് എമൗണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം നെറ്റ് പർച്ചേസ് ആണ്. നെറ്റ് പർച്ചേസ് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് നെറ്റ് പർച്ചേസ് ഫിഗർ തന്നിട്ടില്ല. പകരം നമുക്ക് പർച്ചേസ് ഫിഗർ 24,000 തന്നിട്ടുണ്ട്. അതേപോലെ പർച്ചേസസ് റിട്ടേൺ ഫിഗർ 1,200 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ നെറ്റ് പർച്ചേസ് എമൗണ്ട് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 24,000 പർച്ചേസ് എമൗണ്ട്
24,000 മൈനസ് പർച്ചേസസ് റിട്ടേൺ 1,200. നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നതിലൂടെ നമുക്ക് 22,800 ഇവിടെ നമുക്ക് നെറ്റ് പർച്ചേസ് ഫിഗർ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് ഈ ഒരു നെറ്റ് സെയിൽസ് നെറ്റ് പർച്ചേസ് ഫിഗേഴ്സ് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യണം. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ള എമൗണ്ടുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു, ഓൾറെഡി ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്. ഓക്കെ, 10,000 പ്ലസ് നെറ്റ് പർച്ചേസ് ഫിഗർ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? നെറ്റ് പർച്ചേസ് ഫിഗർ 22,800 ആണ്. അടുത്തത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നതാണ് 4,000. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് ഫിഗറാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8,000. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗേഴ്സ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 10,000 പ്ലസ് 22,800 പ്ലസ് 4,000 മൈനസ് 8,000 ഈ ഒരു ഫിഗർ നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 28,800 ഫിഗർ കിട്ടും. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഗറാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമുക്ക് മെയിൻ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഇക്വേഷനിലേക്ക് ഈ ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കുക, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നെറ്റ് സെയിൽസ് ഫിഗർ 38,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കണ്ടുവച്ചു 28,800. ഈ ഒരു കാൽക്കുലേഷനിൽ നിന്നും നമുക്ക് 9,200 ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് 9,200 ആണ്. ഓക്കെ, ജസ്റ്റ് ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോഫിറ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടെത്തി വെച്ചിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് 9,200 ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് എമൗണ്ട് 38,000 ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കിട്ടുന്നതാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറാണ് 24.21%. ഓക്കെ, അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക.
ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്